സമൃദ്ധിയെ നോക്കിയല്ല ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ എന്ന് ഈ വിശുദ്ധ ബൈബിൾ തീരുമാനിക്കുന്നത് എത്രത്തോളം അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമുക്ക് അനുരഞ്ജനപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യമാണ് നമ്മുടെ കണ്ണിൻ മുൻപിൽ നിൽക്കുന്നത്. സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോക മതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശൻ എൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിൽ ആക്കുവാൻ. ക്രൂശിൽ മരിച്ചീശൻ എൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി, വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ല, യേശു മാത്രം സമ്പത്താകുന്നു.
സർവസമ്പത്തും യാഗമായി വെച്ച് എന്നേക്കും തന്നിൽ പ്രേമമാ തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ച് എന്നേക്കും തന്നിൽ പ്രേമമാ തൻ്റെ വേല ചെയ്തുകൊണ്ടും തൻ്റെ ക്രൂശു ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിലെന്നായുസെല്ലാം കഴിച്ചിടും എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലും യേശു മാത്രം സമ്പത്താകുന്നു എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലും യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ പഴയകാല പിതാക്കന്മാർ പാടി ആരാധിച്ച അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ യേശു മാത്രം. അവരുടെ ആ കാലത്തെ നിലപാട് ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ സമ്പത്ത് യേശുവാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ പുത്തൻ തലമുറയിൽ ആ സമവാക്യങ്ങളൊക്കെ തന്നെ തിരുത്തി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. സമൃദ്ധിയുടെ പടവിലേക്ക് സുവിശേഷത്തെ പിടിച്ചുയർത്തുന്ന ഒരു നവപ്രവണതയിൽ നാം എത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ് ആ രണ്ട് ചോദ്യങ്ങൾ? ഒന്ന്, അപ്പോൾ യേശുവിൻ്റെ ഭാഗത്തു നിന്ന് യേശുവിനെ അനുധാപനം ചെയ്യുന്നവന് സാമ്പത്തികമായി നന്മകളും മേന്മകളും ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യവും, നിത്യത മാത്രമാണോ നമുക്കുള്ളത് എന്ന മറു ചോദ്യവും ഉണ്ടാകും. എന്താണ് അതിനകത്ത് വ്യത്യസ്തത? യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് കൊടുക്കും, കർത്താവ് നൽകും എന്നുള്ളത് തിരുവെഴുത്തിനകത്തുള്ള വളരെ ഗൗരവമായ സന്ദേശമാണ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ തിരുവെഴുത്തിൽ തന്നോടുകൂടെ 3 നാളായി പാർത്ത ജനത്തെക്കുറിച്ച് യേശു പറഞ്ഞത്, ഇപ്പോൾ അവർ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. യേശുവിൻ്റെ മനസ്സ് 3 ദിവസം വചനം കേട്ട ജനത്തെ മടക്കി അയക്കുമ്പോൾ അവരുടെ വയറിൻ്റെ പട്ടിണി മാറ്റണം എന്നുകൂടെ യേശുവിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കെരീത്തിൽ ഏലിയാവിനു വേണ്ടി കാക്ക പറന്നിറങ്ങി അപ്പവും ഇറച്ചിയും നൽകിയത്. അതുകൊണ്ടാണ് ആ മരുഭൂയാത്രയിൽ മന്നയുടെ കരുതലുണ്ടായത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുന്ന മനോഹരമായൊരു ഭാഗമുണ്ട്. വിട്ട പടകും വലയും എടുത്ത് പത്രോസും സെബദിപുത്രന്മാരും ദിദിമോസും നഥനിയേലുമൊക്കെ അടങ്ങുന്ന ഒരു 7-അംഗ സംഘം തിബിരിയാസിൻ്റെ തിരമാലകളിലേക്ക് തുഴയെറിഞ്ഞു പോവുകയാണ്. അവർ പോയത് പിന്മാറ്റമാണെന്ന് മിക്കവാറും വിശ്വാസ സമൂഹം അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ആഴമായി ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവരിറങ്ങിയത് 3 ദിവസമായി എന്തെങ്കിലും നല്ലവണ്ണം കഴിച്ചിട്ട്. യേശു മരിച്ചതിന് ശേഷം റൂമടച്ച് വീട്ടിനകത്തിരിക്കുന്ന ഒരു കാലമായിരുന്നവർക്ക്. അന്ന് രാത്രി അവരിറങ്ങിപ്പോയത് അവരുടെ വയറിനകത്ത് പട്ടിണിയായിരുന്നു. പക്ഷേ അവർ തിബിരിയാസിൽ മത്സ്യം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ആ പ്രഭാതത്തിലും ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി കരുതിയതാണ് നാം കാണുന്നത്. അവർ കടലിൽ തിരഞ്ഞത് കർത്താവ് കരയിൽ കനലിലൊരുക്കി കൊടുത്ത അത്ഭുതം നാം അവിടെ വായിക്കുകയാണ്. അപ്പോൾ യേശുവിനെ അനുധാവനം ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ നാളിലും യേശുവിൻ്റെ കരുതൽ ഉണ്ടാകും എന്നുള്ളതൊരു സത്യവും യാഥാർത്ഥ്യവുമായി നമ്മുടെ കണ്ണിന് മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ എവിടെയാണ് ഇതിനകത്ത് ആ മാറ്റമുണ്ടായിരിക്കുന്നത്? സുവിശേഷത്തെ സമൃദ്ധിവൽക്കരിക്കാൻ ശ്രമിക്കുന്നൊരു ശ്രമമുണ്ടായിരിക്കുന്നു. കാരണം ആ കരുതലിനെ
പർവ്വതീകരിച്ചു കാണിക്കുന്ന ഒരു പ്രത്യേക കാലത്തിൽ നാം എത്തി. പക്ഷേ ആ കരുതലുള്ളപ്പോൾ തന്നെ കർത്താവ് തരുന്ന നന്മയോട്, കർത്താവ് തരുന്ന അനുഗ്രഹത്തോട് ഭക്തന്മാരുടെ സമീപനം എന്തായിരുന്നു? പൂർവ്വകാല ഭക്തന്മാരുടെ സമീപനം എന്തായിരുന്നു? അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അടുത്ത തലമുറ യാക്കോബും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യാക്കോബിനെ ശ്രദ്ധിച്ചേ, യാക്കോബ് യാബോക്കിൻ്റെ കടവിൽ നിന്നുകൊണ്ട് മല്ല് പിടിച്ചു പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഒരു വടിയോടുകൂടെ പോയവൻ 2 കൂട്ടമായി വന്നു. സമ്പത്തും ആടുമാടും മൃഗങ്ങളുമെല്ലാമായി തിരിച്ചു വരുമ്പോൾ അവൻ്റെ പ്രാർത്ഥന എന്നെ അനുഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ അവിടെ എന്താണ് കാണുന്നത്? സമ്പത്തല്ല അനുഗ്രഹം. യാക്കോബ് അവിടെ പ്രാർത്ഥിക്കുന്നത് വഞ്ചകൻ എന്നുള്ള, ഉപായി എന്നുള്ള എൻ്റെ പേര് ദൈവം മാറ്റി വിളിക്കുമ്പോഴാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നത്. അപ്പോൾ അതൊന്നാമത്തെ തെളിവാണ്. 2, സമൃദ്ധിയല്ല സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമെന്ന് കാണിക്കുന്ന രണ്ടാമത്തെ തെളിവ് 95-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവെഴുത്തിലാണ്. എനിക്ക് 40 ആണ്ട് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. ദൈവത്തിന് 40 ആണ്ട് നീരസമുണ്ടായിരുന്ന ആ തലമുറ ഏതാണ്? 40 ആണ്ട് മരുഭൂപ്രയാണം ചെയ്ത ഇസ്രായേൽ ജനം. എന്താണ് ദൈവത്തിന് അവരോട് നീരസം തോന്നാൻ കാരണം? ആ യാത്രയൊന്ന് നോക്കിക്കേ, എത്ര അനുഗ്രഹിക്കപ്പെട്ട യാത്രയാ. മന്ന നൽകി, കാടപ്പക്ഷിയെ നൽകി, പകലിൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും നൽകി, വസ്ത്രം ജീർണിക്കാതെ ചെരുപ്പ് തേയാത്ത മനോഹരമായ യാത്ര. പക്ഷേ ആ 40 ആണ്ടും ദൈവം അവരെ സ്നേഹിച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭൗമിക യാത്രയിൽ എല്ലാം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന വിലയിരുത്തലുകൾ വളരെ തെറ്റായ വിലയിരുത്തലാണ്. അത്രയും നന്മകൾ ദൈവം അവർക്ക് കൊടുത്തിട്ടും ദൈവത്തിന് അവരെ ഇഷ്ടമല്ലായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഞങ്ങൾ ഈ മീഡിയയിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊരു വിലയിരുത്തലിലെത്തരുത്. ദൈവം നോക്കുന്നത് പിറുപിറുപ്പില്ലാത്ത, മത്സരമില്ലാത്ത, ക്യാരക്ടർ ഫോമായ ഒരു കൂട്ടം ആളുകളെയാണ് ദൈവം നോക്കുന്നത്. മൂന്നാമത്തെ തെളിവ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ലവോദിക്ക സഭയുടെ ഒരു പ്രഖ്യാപനമാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. സഭ പറയുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഏബിളാണ്, ഞങ്ങൾക്കൊന്നിനും കുറവില്ല. പക്ഷേ തിരിച്ച് ദൈവത്തിൻ്റെ വിലയിരുത്തൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും നഗ്നനും കുരുടനുമെന്നറിയാതിരിക്കാൻ. എന്താ അവിടെ സംഭവിച്ചത്? അളവുകോൽ വ്യത്യാസപ്പെട്ടു പോയി. സഭ നന്മയെ അളന്നത് സമ്പത്ത് വെച്ചും ദൈവം അളന്നത് ദൈവം കൊടുത്ത ദർശനവും കൃപയും വെച്ചാണ് അവരുടെ ജീവിതത്തെ ദൈവം അളന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ സമൃദ്ധിയെ നോക്കിയല്ല ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ എന്ന് ഈ വിശുദ്ധ ബൈബിൾ തീരുമാനിക്കുന്നത് എത്രത്തോളം അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമുക്ക് അനുരഞ്ജനപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യമാണ് നമ്മുടെ കണ്ണിൻ മുൻപിൽ നിൽക്കുന്നത്. കർത്താവ് നോക്കുന്നത് എത്ര പണം വാരിക്കൂട്ടിയെന്നോ, എത്ര വീട് വെച്ചെന്നോ, എത്ര വാഹനം വാങ്ങിയോ എന്നുള്ളതല്ല. നാം എത്രത്തോളം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് ചേർന്ന് വന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സാമ്പത്തികമല്ല ദൈവം നോക്കുന്ന, ഭക്തനിൽ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകുന്ന ആ പ്രധാനപ്പെട്ട വസ്തുത എന്താണ്? സുവിശേഷം നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട വസ്തുത, നാം അവനോട് സദൃശന്മാരായി തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിട്ടുള്ളത്, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ സകലവും ചപ്പും ചവറുമെന്നെണ്ണുന്നു. നമുക്കും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർവ്വകാല പിതാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പാടാൻ കഴിയണം, നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. എൻ്റെ സമ്പത്ത്, എൻ്റെ നന്മ അത് യേശുവാണ്. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന ഈ ആയുസ്സിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നന്മ എൻ്റെ യേശുവാണ്. മറ്റെല്ലാ നന്മകളും ഉണ്ടാകാം, പക്ഷേ ആ നന്മയേക്കാൾ അധികം ഞാൻ ചേർത്ത് പിടിക്കേണ്ട എൻ്റെ സമ്പത്ത് അത് യേശുവാണ്. ആ സമ്പത്ത് ചേർത്ത് പിടിക്കുന്നിടത്ത് മാത്രമാണ് കാഹളത്തിൻ്റെ ഉരത്തനാദം കാതിൽ കേൾക്കുമ്പോൾ പുനരുത്ഥാനത്തിന് നാം പാകമാകുന്നത്. അങ്ങനെ എണ്ണുന്ന ഭക്തന്മാരാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകട്ടെ. സമൃദ്ധിയല്ല സുവിശേഷം നൽകുന്ന ഏറ്റവും
വലിയ നന്മ അത് കർത്താവിൻ്റെ തേജസ് നമ്മുടെ മേൽ പകരുന്നത് കൊണ്ടാണ്. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുന്ന അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ആ പുനരുത്ഥാനത്തിനും ആ തേജസ്സിനുമായിട്ട് നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.